പുനരുത്ഥാന നിരയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പൗലോസ് അപ്പോസ്തലൻ പുനരുത്ഥാന ക്രമം വിശദമായി വർണ്ണിക്കുകയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ. ഓരോരുത്തനും താന്താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 23-ാം വാക്യം. പുനരുത്ഥാനത്തിന് വിവിധ നിരകളുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ഓരോരുത്തനും താന്താൻ്റെ നിരയിലത്രേ എന്ന പ്രയോഗം. നിര എന്നതിൻ്റെ ഗ്രീക്കു പദമായ ടാഗ്മ സൈന്യത്തിൻ്റെ നിരയെ വ്യഞ്ജിപ്പിക്കുകയാണ്. നിന്റെ സേനാദിവസത്തിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു എന്ന സങ്കീർത്തന പ്രവചന ഭാഗത്തിലെ സേനാദിവസം, യുവാക്കളായ മഞ്ഞ് എന്നീ പ്രയോഗങ്ങളും നാം ഒന്ന് ശ്രദ്ധിക്കണം. സങ്കീർത്തനം 110:3. പുനരുത്ഥാന നിരയുടെ നായകൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തു തന്നെയാണ്. പുനരുത്ഥാനത്തിൻ്റെ ആദ്യ ഫലമാണ് ക്രിസ്തു. ആദ്യഫലം കൊയ്ത്തുനാളിലെ കറ്റയുടെ സമൃദ്ധിയെ കാണിക്കുകയാണ്. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ദൈവിക പരിപാടിയുടെ പ്രാരംഭം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. പുനരുത്ഥാനത്തിൻ്റെ അടുത്ത നിരയെ അവതരിപ്പിക്കുന്നത് പിന്നെ എന്ന അനന്തരവാചി കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞ ഉടൻ എന്നല്ല, സാമാന്യം ദീർഘമായ കാലയളവിന് ശേഷമാണ് അടുത്ത പുനരുത്ഥാന നിര പ്രത്യക്ഷപ്പെടുന്നതെന്ന് വ്യക്തമാക്കുകയാണ് പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ എന്ന പ്രയോഗം. പിന്നെ അവസാനം എന്നത് പുനരുത്ഥാനത്തിൻ്റെ അവസാന നിരയെ കാണിക്കുന്നു. ഇത് സഹസ്രാബ്ദത്തിന് ശേഷം രക്ഷിക്കപ്പെടാത്തവർ ആബാലവൃദ്ധം വെള്ളസിംഹാസന വിധിക്കായി ഉയർക്കുന്നതിനെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തു സ്വർഗത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15-ാം വാക്യം. ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് മുമ്പ് 3 കാര്യങ്ങൾ സംഭവിക്കും. 1. ക്രിസ്തു ഗംഭീരനാദത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. 2. പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ശബ്ദം മുഴങ്ങും. 3. ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. കർത്താവ് ഗംഭീരനാദം പുറപ്പെടുവിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പിനും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരത്തിനും വേണ്ടിയായിരിക്കണം. യോഹന്നാൻ 5-ാം അധ്യായം 28-29. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായം 25-ാം വാക്യം. സഭയുടെ ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ പ്രധാന ദൂതന്റെ ശബ്ദം പറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമല്ല, ഇസ്രായേലും പഴയ നിയമ വിശുദ്ധന്മാരും ഉൽപ്രാപണത്തിൽ ഉൾപ്പെടുമെന്ന് ചിലർ വാദിക്കുന്നു. ഇസ്രായേലിൻ്റെ പുനരുത്ഥാനവും ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും 2 വ്യത്യസ്ത സംഭവങ്ങളും വിഭിന്ന കാലങ്ങളിൽ സംഭവിക്കുന്നവയുമാണ്. പുതിയ നിയമവിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പ് മഹാപീഡനത്തിന് മുമ്പും പഴയ നിയമവിശുദ്ധന്മാരുടേത് മഹാപീഡനത്തിൻ്റെ അവസാനവുമാണ് സംഭവിക്കുന്നത്. ദാനിയേൽ പ്രവചനം 12:1-2, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-6 വരെ. കൃപായുഗാന്ത്യത്തിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പിനും രൂപാന്തരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവത്തിൻ്റെ കാഹളം. 1 കൊരിന്ത്യർ 15:52 അന്ത്യകാഹളം ഇതിന് സമാന്തരമാണ്. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരത്തെക്കുറിച്ചും നാം അറിയണം. ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് ശേഷം കണ്ണിമയ്ക്കുന്നതിനിടയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം സംഭവിക്കും. മർത്യശരീരം അമർത്യ ശരീരമായും ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരമായും രൂപാന്തരം പ്രാപിക്കും. ഇത് ഒരു മർമ്മമായിട്ടാണ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. 1 കൊരിന്ത്യർ 15:51-53 വരെ. പഴയ നിയമത്തിൽ ജീവനോടെ എടുക്കപ്പെട്ട ഹാനോക്കിൻ്റെയും ഏലിയാവിൻ്റെയും ചരിത്രം മാത്രമേയുള്ളൂ.
ഒരു തലമുറയിലെ വിശുദ്ധന്മാർ മുഴുവൻ രൂപാന്തരം പ്രാപിക്കുന്നതിൻ്റെ നേരിയ സൂചന പോലും പഴയ നിയമത്തിലില്ല. മരണം കാണാതെ എടുക്കപ്പെടുന്ന ജീവൻ മുക്തന്മാരാണ് മരണത്തെ വെല്ലുവിളിക്കുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? 1 കൊരിന്ത്യർ 15:55.